വീരധീര സൂരൻ യൂത്ത് തുടങ്ങിയ സിനിമകൾക്ക് ശേഷം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ തമിഴ് സിനിമയിൽ കത്തിക്കയറാൻ വേണ്ടി സുരാജ് വെഞ്ഞാറമൂടിന്റെ പുതിയ ചിത്രം കരോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാപ്പുന്നത് വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത് കര എന്ന് പറയുന്ന ഏറ്റവും പുതിയ ധനുഷ് ചിത്രത്തിനെ കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തമിഴ് സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് കര എന്ന് പറയുന്ന സിനിമ. പോർത്തൊഴിൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വിഘ്നേഷ് രാജ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ധനുഷ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നുണ്ടായിരുന്നു. അതൊക്കെയുള്ള ഒരുപാട് ഹൈപ്പായിട്ടാണ് ചിത്രം റിലീസ് എത്താൻ പോകുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ടീസർ പുറത്തുവിട്ടപ്പോൾ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുന്നുണ്ടെങ്കിലും മലയാളി താരമായിട്ടുള്ള മമിത ബൈജു അതോടൊപ്പം സുരാജ് വെഞ്ഞാറമൂടിന്റെ സർപ്രൈസ് എൻട്രിയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ടീസറാണ് പുറത്തു വന്നത്. സൗത്ത് ഇന്ത്യൻ സെൻസേഷനായിട്ട് മാറിയ മലയാളി താരം മമിത ബൈജുവാണ് ചിത്രത്തിൽ നായികയായിട്ട് എത്തുമ്പോൾ മലയാളികളുടെ സ്വന്തം ജയറാമും കരയിൽ ശക്തമായിട്ടുള്ള വേഷം ചെയ്യുന്നുണ്ട്. എന്നാൽ ട്രെയിലറിൽ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നൊരു ആകർഷിച്ചതും സുരാജ് വെഞ്ഞാറമൂട് തന്നെയാണ്. ടീസറിൽ വെറും 2 ഷോട്ടിൽ മാത്രമാണ് സുരാജിനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ 2 ഷോട്ടിലൂടെ കഥാപാത്രത്തിന്റെ റേഞ്ച് എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ചിത്രത്തിൽ ഏറ്റവും അധികം ഞെട്ടിക്കാൻ പോകുന്നത് സുരാജാണെന്നാണ് ഇതിനോടെ തന്നെ ടീസർ പുറത്തു വന്നതിന് ശേഷമുള്ള കമന്റുകൾ കാണാൻ സാധിക്കുന്നത്. വരദൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറായിട്ട് നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമായിട്ടാണ് സുരാജ് വെഞ്ഞാറമൂട് എത്താൻ പോകുന്നത്. ഭാഷ അറിയുന്നതെന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഇത്രയും കാലം തമിഴ് സുരാജ് അഭിനയിക്കായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് കഥകൾ കേട്ടിരുന്നുവെങ്കിലും തമിഴ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ അറിയാത്തതിന് അതെല്ലാം ഒഴിവാക്കുകയായിരുന്നെന്നായിരുന്നു സുരാജ് പറഞ്ഞത്. കഴിഞ്ഞ വർഷം റിലീസായ വീരധീര സൂര്യൻ എന്ന് പറയുന്ന സിനിമയിലൂടെയായിരുന്നു സുരാജിൻ്റെ ആദ്യ തമിഴ് എൻട്രി. പിന്നാലെ എത്തിയ യൂത്ത് എന്ന് പറയുന്ന സിനിമ മികച്ച വൈജുവായിട്ട് ഇപ്പോഴും തിയേറ്ററിലോട്ട് തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കര എന്ന് പറയുന്ന സിനിമ കൂടി എത്തുമ്പോൾ എന്തൊക്കെയാണ് ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയം തന്നെ സ്വന്തമാക്കിയ സുരാജിന് തമിഴ് സിനിമയിൽ നല്ലൊരു കരിയർ തന്നെ വരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ കര എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ചിത്രം എത്താൻ പോകുന്ന ഈ വരുന്ന ഏപ്രിൽ മാസം 30 അപ്പോൾ കര എന്ന് പറയുന്ന സിനിമയുടെ ടീസർ നിങ്ങൾ ഇതിനോട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ടീസറിനെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.